അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, ഈ പൂവുകളെ കണ്ടില്ലേ? എന്ത് ഭംഗിയാണ് അവയെ കാണാൻ. ചിരിച്ച് നിൽക്കുന്നത് പോലെയുണ്ട് അതിൻ്റെ ആട്ടവും ചലനവുമൊക്കെ. ഇത് കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ് ഓർമ്മ വരുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുകയുണ്ടായി: ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ വലൗ അൻ തൽഖ അഹാക ബിവജിഹിൻ ത്വലിഖിൻ. നിങ്ങൾ ഒരു നന്മയെയും നിസ്സാരമായി കാണരുത്. എത്ര ചെറിയ നന്മയാണെങ്കിലും അതൊരു നിസ്സാര നന്മയായി നിങ്ങൾ കാണരുത്, അല്ലെങ്കിൽ അതിനെ നിസ്സാരമായി കാണരുത്. അത് നിങ്ങളുടെ ഒരു സഹോദരനോട് പ്രസന്ന വദനത്തോടെ കണ്ടുമുട്ടുന്നതായിരുന്നാലും ശരി, ഒരാളെ പുഞ്ചിരിയോടുകൂടി കണ്ടുമുട്ടുക എന്നുള്ളതും ഒരു നിസ്സാരമായി നിങ്ങൾ കാണരുത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രതിഫലമുള്ള ഒരു പുണ്യകാര്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇന്ന് പരസ്പരം കണ്ടുമുട്ടിയാൽ പരസ്പരം ചിരിക്കുക എന്നുള്ളത് തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ്. വെറുപ്പും വിദ്വേഷവും വളർത്തി പരസ്പരം കാണുമ്പോൾ തന്നെ ഈഗോയോടുകൂടെ അല്ലെങ്കിൽ വെറുപ്പോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ഒരവസ്ഥയിലാണ്. യാത്രയിലും മറ്റും പല സന്ദർഭങ്ങളിലും പലരും കണ്ടുമുട്ടാറുണ്ട്, പക്ഷേ ഒന്ന് പുഞ്ചിരി പോലും കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പുഞ്ചിരി കൊണ്ട് ഒട്ടേറെ ഗുണങ്ങളുണ്ടെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. നമ്മുടെ ഹാപ്പി ഹോർമോൺ സെല്ലുകൾ വളരുകയും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ സ്ട്രെസ്സ് കുറയുകയും BP കുറയുകയും വേദന മാറിക്കിട്ടുവാനും നമ്മളുടെ ബന്ധങ്ങൾ നന്നായി തീരുവാനും ടെൻഷനുകൾ കുറയുക, ഇങ്ങനെ ഒട്ടേറെ നന്മകൾ പുഞ്ചിരിക്കുന്നതിലൂടെ ഉണ്ട് എന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്, മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുക. അതിലൂടെ നമുക്ക് ശാരീരികമായും മാനസികമായും ഒട്ടേറെ ഗുണം ലഭിക്കുന്നതോടൊപ്പം തന്നെ പടച്ചവൻ്റെ മുമ്പിൽ ഒരു പുണ്യം ചെയ്ത പ്രതിഫലം കൂടി ലഭിക്കുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം ചെറിയ ചെറിയ നന്മകൾ നിസ്സാരമായി കാണാതെ പ്രവർത്തിക്കുന്നവരായി അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്തതി പരമ്പരകളെയും ആക്കി തീർക്കുമാറാകട്ടെ.